പേടിക്കേണ്ട, 100% വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് റേസർ. ഇത് വാങ്ങിക്കാൻ വേണ്ടി ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഞാൻ ഒരുപാട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കുകൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും തന്നെ അങ്ങ് വർക്കൗട്ടായില്ല. വർക്ക് ആവുന്നവരൊക്കെ ഉണ്ടാവും, എനിക്ക് ഒട്ടും റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ 1-2 ഹെയർ അതിൽ വരും എന്നല്ലാതെ ഒരു 100% പെർഫെക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു റേസർ യൂസ് ചെയ്ത് ഫേസ് റേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, ഇത് യൂസ് ചെയ്ത് നമ്മൾ ഫേസ് ഷേവ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ റെഡ് കളറിലുള്ള റാഷസ് ഒക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത്. ഒന്നും പേടിക്കേണ്ട. പിന്നെ ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമോ എന്നുള്ളതും ഒരു ഡൗട്ടാണ്. ഒന്നും പേടിക്കേണ്ട, 100% വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് റേസർ. ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അധികം പൈസയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു റേസർ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാനൊരു 3 മാസമൊക്കെ കൂടുമ്പോഴാണ് ഫേസ് ഷേവ് ചെയ്യാറുള്ളത്. അല്ലാതെ ഒരുപാട് വീക്കിലിയോ അല്ലെങ്കിൽ മാസത്തിലോ ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ, ഷേവ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് അല്ലാതെയും ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഒന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റേസർ യൂസ് ചെയ്ത് ഫേസ് ഷേവ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫേസ് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഷേവിങ് സെറ്റ് യൂസ് ചെയ്യരുത്. ഇതുപോലെ ഒരു റേസർ വാങ്ങിക്കുക. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, ഇത് ഒരുപാട് ഷാർപ്പായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. അപ്പം നമ്മൾ ഇറിറ്റേഷൻസോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. 100% വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഷേവിങ് സെറ്റ് നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ്. അപ്പോൾ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ നിങ്ങൾ എടുക്കരുത്. നമ്മൾ ഫേസിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന മഞ്ഞൾ എടുക്കുക. എന്ന് വെച്ചാൽ പച്ചമഞ്ഞൾ പൊടിച്ചത് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ എടുക്കാം. മഞ്ഞൾ അലർജി ഉള്ളവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. പിന്നെ ഈ മഞ്ഞൾ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ഞൾ. അപ്പം നമ്മൾ മഞ്ഞൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി നമ്മുടെ ഫേസ് ഒന്ന് സോഫ്റ്റ് ആക്കാനും അതേപോലെ ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയും ഇതുപോലെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന പാലാണ്. നമുക്കൊരു 3/4 ഗ്ലാസ് പാൽ മതി കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ റേസർ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് ഷേവ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷേവ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഹെയർ ഗ്രോത്ത് കുറയ്ക്കണമെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താൽ മതി. ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് അടുപ്പിൽ വെച്ച് കുറച്ച് നേരം ഇളക്കി നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതൊരു ഇലക്ട്രിക് സ്റ്റൗ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇനി നമ്മൾ ആ സ്റ്റൗവിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. പെട്ടെന്ന് ഇളക്കിയില്ലെങ്കിൽ കട്ട പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു അടുപ്പിൻ്റെ ചൂടിൽ തന്നെ വെച്ച് നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കിട്ടുന്നത്. നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്.
നന്നായിട്ട് ഇപ്പം തണുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ റേസർ യൂസ് ചെയ്ത് ഫേസ് ഷേവ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഷേവ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് വീക്ക്ലി ഒരു 2 തവണയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫേസ് ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ റേസർ യൂസ് ചെയ്തിട്ട് ഫേസ് ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഷേവ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇപ്പം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി ഇതൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. ഒരുപാട് ഡ്രൈ ആവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Bye.